ഹായ്, നമുക്കിന്നൊന്ന് പുറത്ത് പോയിട്ട് വന്നാലോ? ഞാനും അരവിന്ദും കൂടെ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ആക്ച്വലി പൊന്മുടിക്കായിരുന്നു. പക്ഷെ നല്ല മഴ കാരണം നമുക്കത് പറ്റിയില്ല. സോ ദാറ്റ് നമ്മൾ നെയ്യാറ് ഡാം കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് റെയിൻകോട്ടെല്ലാം വാങ്ങിച്ചിടേണ്ടി വന്നു. ആ സീൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. വഴിയിൽ വെച്ചിട്ട് അവിടെ നിന്നൊരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് ഇട്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. നെയ്യാർ ഡാം ഇവിടുന്ന് ഒരു 1 ഹവറിലും കൂടുതൽ ട്രാവലുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഫുൾ പച്ചപ്പും ഹരിതാഭയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ലൈക്ക് ഒരു നാട്ടുമ്പുറം പോലത്തെ സ്ഥലമാണ്. പോകുന്ന വഴികളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പോയി കുറേ പോയപ്പോൾ നമ്മൾ നെയ്യാർ ഡാം എത്തിയിട്ട് ആക്ച്വലി അവിടെ ടിക്കറ്റിന് ക്യാഷാണ് കേട്ടോ കൊടുക്കേണ്ടത്, അല്ലാതെ ഗൂഗിൾ പേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡഡ് അല്ല. ഞാൻ പോയി ടിക്കറ്റ് എടുത്തു. അതായത് 10 റുപ്പീസ് പെർ പേഴ്സണും വണ്ടി വയ്ക്കുവാണെങ്കിൽ 30 റുപ്പീസുമാണ് ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ലൈക്ക് ക്ലൈമറ്റ് നല്ലതായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നടന്നെല്ലാം വേണ്ടി കാണാൻ വേണ്ടി പറ്റി. പാർക്കും അങ്ങനത്തെ കുറേ നല്ല സ്റ്റാച്യൂസും എല്ലാം ഉണ്ടായിരുന്നു. ലൈക്ക് പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭയങ്കര സുഖമുള്ളൊരു സ്ഥലത്ത് എത്തി എങ്ങനെ ഇരിക്കും, കണ്ണിന് കുളിർമയും അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളായിട്ടുള്ളൊരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ആക്ച്വലി ഡാമും കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഞാനും അരവിന്ദും ആക്ച്വലി ശരിക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് വരുന്നത്. ലൈക്ക് ആക്ച്വലി എൻ്റെ ബർത്ത്ഡേയുടെ ടൈമിൽ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് പുറത്തു പോയത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വ്യൂ പോയിൻറ്റിലോട്ട് കയറാനുള്ള വഴിയാണ്. അതും ലൈക്ക് ഏറ്റവും മേലെ ലൈക്ക് ഒരു 4th ഫ്ലോർ എന്തോ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നെയ്യാർ ഡാം കാണാൻ പറ്റും. ഇതാ ഫുള്ള് കാണാം നമുക്ക്. ലൈക്ക് ഒരു സ്പേസ് പോലും ഒഴിവില്ലാതെ ഡാമും അതുപോലെ തന്നെ അതിൻ്റെ സൈഡോട് കൂടി നിൽക്കുന്ന കാടും അതുപോലെ തന്നെ സാനിറ്ററിയും എല്ലാം കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അതൊരു വേജ് വ്യൂ ആണ്. പക്ഷേ നമുക്ക് കാണുന്നതിന് ഒരു ലിമിറ്റേഷൻ ഇല്ല. ലൈക്ക് ഫുള്ള് കാണാം, ഫുൾ സറൗണ്ട് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും ഇവിടുന്ന്. അതിൻ്റെ ഇടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ നിൽക്കുമായിരുന്നു. അതെല്ലാം അവൻ കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 1-2 ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തു തന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് നേരെ താഴത്തോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഷട്ടർ കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഷട്ടേഴ്സൊന്നും ഓപ്പൺ അല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ഇങ്ങനത്തെ ലൈക്ക് വേവിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വെള്ളം വരൽ മാത്രമേ അവിടെ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൂ. 1-2 കുഞ്ഞു മീനൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ബൈ.